നമസ്കാരം. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല സന്നിധാനം സജ്ജമായി കഴിഞ്ഞതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര നാളെ എത്തും. സന്നിധാനത്തും പരിസരത്തും 1 ലക്ഷത്തോളം ഭക്തർ തമ്പടിച്ചിട്ടുണ്ട്. എരുമേലി കാനനപാത വഴി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സർവ്വസജ്ജമാണ്. തിരുമുറ്റത്തും ഫ്ളൈ ഓവറുകളിലും മകരജ്യോതി ദർശിക്കുന്നതിന് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ പാസ് നൽകിയവർക്ക് മാത്രമേ ഈ സ്ഥലങ്ങളിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. പാസ് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല. സുതാര്യമായ സംവിധാനമാണ് ഇക്കുറി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മകരജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ തീർത്ഥാടകർ തിരക്ക് കൂട്ടുന്ന പ്രവണതയുണ്ട്. തിരിച്ചിറങ്ങുന്നതിന് തിരക്ക് കൂട്ടേണ്ടതില്ല. കൂടുതൽ KSRTC ബസ്സുകൾ പമ്പയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. മകരവിളക്കിന് വേണ്ടി ശബരിമല സജ്ജമായിരിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. തിരുവാഭരണ ഘോഷയാത്ര വഴിയിലാണ്. അവർ നാളെ ഇവിടെ എത്തും. ഇപ്പോൾ സന്നിധാനത്ത് വളരെ പരിമിതമായ സ്ഥലത്ത് 1 ലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. അതുപോലെ തന്നെ കാട്ടിൽ പർണശാല കെട്ടി ആളുകൾ താമസിക്കുന്നുണ്ട്. എരുമേലി വഴി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മകരവിളക്കിന് അതിൻ്റേതായിട്ടുള്ള ചില ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്. പോലീസ് അതിനെപ്പറ്റി വളരെ സജ്ജരാണ്. മകരവിളക്ക് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങാൻ പാടില്ല എന്നുള്ള നിലയിൽ ചില ക്രമീകരണങ്ങൾ പോലീസ് വരുത്തിയിട്ടുണ്ട്. KSRTC കൂടുതൽ ബസ്സുകൾ നാളത്തേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും നാട്ടിലെത്താനായിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ സാധാരണഗതിയിൽ മകരവിളക്ക് സമയത്തൊക്കെ മുറികളുടെ ലഭ്യത കുറവായതുകൊണ്ട് ചില ക്രമക്കേടുകളും ചില ഇടനിലക്കാരൊക്കെ മുറിയെടുത്ത് ഒരുപാട് വലിയ വിലയ്ക്കൊക്കെ അത് വിൽക്കുന്ന ഒരു പ്രതിഭാസം ശബരിമലയിൽ സാധാരണമാണ്. ഇപ്രാവശ്യം അത് വലിയൊരളവിൽ നിരോധിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം പിന്നെ മുറികൾ ഡോണേഴ്സിനുള്ള മുറി കൊടുത്തിട്ട് ബാക്കിയുള്ള മുറികൾ എടുത്ത് അത് ഓൺലൈനിൽ ലഭ്യമാക്കാൻ സാധിച്ചു. ഒരു ശുപാർശയുമില്ലാതെ ഓൺലൈനിൽ കയറിയ ആളുകൾക്ക് നേരിട്ട് അവർക്ക് മുറി ബുക്ക് ചെയ്ത് 100-120ഓളം മുറികൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റി, ഇടനിലക്കാരൊന്നുമില്ലാതെ. അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ്. ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള സുതാര്യത നമുക്ക് ഈ കാര്യങ്ങളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാളെ ഈ തിരുമുറ്റത്തും ഫ്ലൈ ഓവറിലുമൊക്കെ നിന്ന് മകരവിളക്ക് കാണാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിലും ചില നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗോൾഡ് പാസ്, സിൽവർ പാസ് എന്ന് പറയുന്ന 2 പാസ്സാണ്. അത് സാധാരണ ഇവിടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് പേപ്പറാണ് കൊടുക്കുക. അതിപ്രാവശ്യം ബോർഡിൽ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള പാസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, ഫോട്ടോ ഒട്ടിക്കേണ്ട പാസ്സാണ്. അപ്പോൾ സാധാരണ ചിലരൊക്കെ പണ്ട് പാസ് വാങ്ങിയിട്ട് അത് 10,000 രൂപയ്ക്കെല്ലാം വിറ്റിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്രമക്കേടും അല്ലെങ്കിൽ കുഴപ്പങ്ങളും ഇപ്രാവശ്യം നടത്താൻ പാടില്ല എന്നുള്ള നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫോട്ടോ ഒട്ടിച്ച പാസ് മാത്രമേ നമ്മൾ അനുവദിക്കുകയുള്ളൂ. അത് 750 പേരെ മാത്രമേ അവിടെ കയറ്റുള്ളൂ. 250 പേരെ ഈ മുറ്റത്തും കയറ്റും. അത് വളരെ കർശനമായിട്ട് അവർ മാത്രം. നമ്മുടെ ജീവനക്കാർക്ക് പാസിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവരുടെ ബാഡ്ജ് കാണിച്ചാൽ അവിടെ നിൽക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്രമീകരണം. പാസ് ഒരു കാരണവശാലും കിട്ടുന്നയാൾ എന്തെങ്കിലും തുകയ്ക്ക് വിൽക്കാൻ പാടില്ല. അതിനകത്ത് തന്നെ നോൺ ട്രാൻസ്ഫറബിൾ, ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഈ പാസ് രണ്ടാമത് വാങ്ങിച്ച് അബദ്ധത്തിൽ ചാടരുതെന്നും കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലിവിടെ പണ്ട് തൊട്ടിങ്ങനെ ഉള്ള ചില കൊച്ചല്ല വലിയ ക്രമക്കേടുകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് നാളത്തെ മകരവിളക്ക് കാണാനുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമായിരിക്കുന്നു. ഇനി അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. മുൻവർഷങ്ങളിൽ ഭക്തർക്ക് തങ്ങാൻ മുറി ലഭിക്കാത്തതിന്റെ പ്രശ്നമുണ്ടായിരുന്നു. ഈ വർഷം മുറി ബുക്ക് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഭക്തരെ ഒരു തരത്തിലുമുള്ള ചൂഷണത്തിന് വിധേയമാക്കുന്ന സാഹചര്യവും ശബരിമലയിൽ ഉണ്ടായിരിക്കില്ല. അടുത്ത ശബരിമല തീർത്ഥാടന കാലത്തേക്കുള്ള ആസൂത്രണവും ഈ വർഷത്തെ അവലോകനവും നടത്തുന്നതിനായി എല്ലാ വകുപ്പുകളെയും വിളിച്ചു ചേർത്ത് ഫെബ്രുവരി 6-ന് യോഗം ചേരുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു.